ടേബിൾ ടൂർ ചെയ്യുമോ ചേച്ചി? ഈ ടേബിൾ ഞാൻ എങ്ങനെ മക്കളെ നിങ്ങൾക്ക് കാണിക്കുക? പക്ഷെ കുഴപ്പമില്ല, നമുക്ക് കാണിക്കാമല്ലോ. കാരണം എല്ലാ ക്രാഫ്റ്റേഴ്സിൻ്റെ ടേബിളും ഇതുപോലെയൊക്കെ ആവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ ഇതാണ് നമ്മളുടെ ടേബിൾ. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചിരിക്കുന്നത് വുഡൻ പീസാട്ടോ. അതിൽ വൈറ്റ് പെയിൻറ് അടിച്ചിട്ടുള്ളതാണ്. പിന്നെ ഇതിൻ്റെ താഴത്തും വുഡൻ പീസാണ്. പക്ഷെ അത് കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള പീസാണ്. ഇതിനെന്തോ പറയും, പക്ഷെ ഞാനത് മറന്നു. ഈ ടേബിൾ പുറത്തായതുകൊണ്ട് അത്യാവശ്യം നല്ല പൊടിയാവും. പിന്നെ പൂച്ച വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇതിൻ്റെ മണ്ടയിൽ കൂടെ നടന്നു പോവുകയും ചെയ്യും. സോ എല്ലാ സമയത്തും എനിക്ക് ഈ ടേബിൾ ക്ലീൻ ചെയ്ത് അറേഞ്ച് ചെയ്തിട്ടേ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. എല്ലാ സമയത്തെന്ന് പറഞ്ഞാൽ എല്ലാ സമയത്തല്ല, ഒരു സ്ട്രെച്ചിൽ 3-4 വീഡിയോ ഒക്കെ നമ്മൾ എടുക്കുമല്ലോ. ഇല്ലെങ്കിൽ 2 വീഡിയോ എന്തായാലും എടുക്കും. സോ നമുക്കിതൊന്ന് അറേഞ്ച് ചെയ്ത് നോക്കിയാലോ. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ബാക്ക്ഗ്രൗണ്ടിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത് നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞിരുന്നു. ആ ഒരു കമൻറ്റ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. കാരണം നമ്മൾ എല്ലാ പ്രാവശ്യവും ഇതിങ്ങനെ അറേഞ്ച് ചെയ്യുമ്പോഴും അതിനൊരു വർത്ത് ഉണ്ട് എന്ന് പറയുമ്പോൾ ഒരു ഹാപ്പിനെസ് അല്ലേ. ആദ്യം തന്നെ നമ്മൾ ടേബിളിലുള്ള എല്ലാ ആൽക്കോളത്തെ സാധനങ്ങളും മാറ്റി വെച്ചിട്ട് നമ്മൾ സ്പഞ്ച് കൊണ്ട് തുടയ്ക്കുക കേട്ടോ. സോപ്പ് വെള്ളത്തിലിട്ടിട്ടാണ് തുടയ്ക്കുന്നത്. ഈ ഒരു വുഡിൻ്റെ സ്പെഷ്യാലിറ്റിയാണ്, അതിൽ പെയിൻറ്റൊക്കെ ആയാൽ സുഖമായിട്ട് പോകും. അപ്പോൾ നമുക്ക് നീറ്റാക്കി വയ്ക്കാൻ ഭയങ്കര സുഖമാണ്. പിന്നെ നമ്മുടെ വീഡിയോൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. സോ അതൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചില സമയത്ത് ഞാനിത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വയ്ക്കാറുണ്ട്. അതാണ് ഓരോ വീഡിയോയിലും ഓരോ പോലെ. ഇതിനി എത്ര ഒരുക്കി വെച്ചാലും ഇങ്ങനെ തന്നെ കേട്ടോ. കാരണം ഞാനൊരു വീഡിയോ ഷൂട്ട് ചെയ്യും, അതിൻ്റെ സാധനങ്ങൾ ഒരു സൈഡിലേക്ക് വയ്ക്കും, പിന്നെയും ഷൂട്ട് ചെയ്യും, പിന്നെയും സാധനങ്ങൾ മാറ്റി വയ്ക്കും. സോ ഇങ്ങനെ ലാസ്റ്റ് ഷൂട്ട് ചെയ്യാൻ സ്ഥലമില്ലാത്തപ്പോഴാണ് ഞാൻ ടേബിൾ ക്ലീൻ ചെയ്യാറ്. ചാനലിൽ ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടാക്കിയ എല്ലാ സാധനത്തിൻ്റെയും വീഡിയോസ് ഉണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഓൾവേസ് ബി യുവർ ഹാപ്പി സെൽഫ്.